എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ കൂടെ ഇടുകയാണ്. ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഉമ്മാൻ്റെ വീട് മംഗലത്ത്. ഞാൻ പറഞ്ഞില്ല റസാഖ് ഗാർഡൻ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ മാവും തയ്യും കാര്യങ്ങളൊക്കെ വാങ്ങൽ. ആ ഷോപ്പിലാണ് നമ്മളിവിടെ, ഷോപ്പല്ല ഇത് തുറന്നെടുക്കുന്ന ഒരു സ്ഥലമാണ്, അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും റസാഖാക്കാൻ്റെ ഷോപ്പ് ബിഗ് ഗാർഡനാണ്, വലുതാണ്. നമ്മൾ കുറേ നടന്നു വന്നിട്ട് കാലം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഭാഗത്ത് നിന്നതാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം. എന്തായാലും നമ്മൾ വീട്ടിലെ പകുതി മുക്കാലും, അതായത് ഏറെ മാവുകൾ നമ്മൾ ഈ ഗാർഡനിലാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഇവിടുന്ന് 2 മാവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വന്നിക്കണമെന്ന് അറിയില്ല, കാരണം കുറേ ഏറെ വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്ന ആളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയേക്കാം. നിറച്ചും പൂത്തിട്ട് ഞാൻ ആദ്യം കണ്ടപ്പോൾ നെട്ടിപ്പോയി. ഇത് ലെയർ, അതായത് ബഡ് ചെയ്തിട്ട് നമ്മൾ മാമൂലൊക്കെ ചെയ്ത് പോയി ബഡ് ചെയ്തിട്ട് പിന്നെ 2 വെറൈറ്റി പിടിപ്പിച്ച ഒരു തൈയാണ് ഇത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, കുറ്റിയാക്കി നിർത്തിയിട്ട് നിറയെ പൂക്കൾ ഇട്ടിട്ടുണ്ട്. ഇത് മാവുകളുടെ ലോകമാണ്, കാരണം ഇവർക്കൊക്കെ വന്നാൽ കുറേ മാവുകളാണ്. ഇവിടേക്ക് വന്നാൽ പിന്നെ ഫുള്ള് മാവുകളാണെന്ന് തന്നെ പറയാം. ഇത് നടുവിൽ കൊട്ടു നോക്കില്ല, ആ സ്ഥലം കുറേ മാവുകളാണ്. നമ്മൾ പല വെറൈറ്റി, അതായത് നമ്മൾ റസാഖാക്കനോട് വിളിച്ചു ചോദിച്ചാൽ വെറൈറ്റി ഉണ്ടെങ്കിൽ അവർ വരാൻ പറയും. ഇവിടെ ഞാൻ തീരാത്തത്ര ബനാനയും ഇതും പാലക്കാടും ഒക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ നടന്നാൽ തീരുന്ന കാരണം ഇങ്ങോട്ട് കെടുക്കുകയാണ്. നമുക്ക് തിരിച്ചു പോകാം, അവിടെ ആള് നിൽക്കുന്നുണ്ട്, നമുക്ക് അവരെ കണ്ടാക്കാം. ഇതാണ് നമ്മളെ റസാഖാക്ക, കുട്ടി കർഷകയാണ് കേട്ടോ. ചെറിയ കർഷകയൊന്നുമല്ല, ആള് ചെറുതാണെങ്കിലും പ്രവൃത്തി ഇത്തിരി വലുതാണ്. കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഞാൻ റസാഖാക്കാനോടാണ്. അങ്ങനെ കുറേ ഐഡിയാസൊക്കെ പറഞ്ഞു തരും, എന്താ ചെയ്യേണ്ടത്, ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. ഇപ്പം എൻ്റെ പ്രശ്നം, ഇപ്പം ഫ്ലവറിങ് ടൈമിൽ പൂ കൊഴിഞ്ഞു പോകും, അതിലുള്ള ചെറിയ ടിപ്പ് റസാഖാക്ക പറഞ്ഞു തരും. ഫ്ലവർ കൊഴിയാന്ന് പറഞ്ഞാൽ 2 കാരണം. ഒന്ന് ഇപ്പോൾ ഇതുവരെ കൊഴിഞ്ഞതെന്ന് പറഞ്ഞാൽ പരാഗണം നടക്കാത്തതുകൊണ്ടാണ്. പരാഗണം നടക്കാൻ മീൻസ് മഴച്ചാറിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പൂമ്പൊടി നഷ്ടപ്പെട്ടു, അത് അങ്ങനെ കൊഴിഞ്ഞു പോകും, കാരണം പരാഗണം നടക്കാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ അത് അതിൻ്റെ ടൈം ആകുമ്പോൾ കരിഞ്ഞു പോകും. അതിന് നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ മൈക്രോ ന്യൂട്രിയൻസ്, കണ്ണിമാങ്ങ, ചെറിയ കണ്ണിമാങ്ങ ആയിട്ട് കൊഴിഞ്ഞു പോകണ്ടെങ്കിൽ കണ്ണിമാങ്ങ ആയാലും ഒരു സെറ്റ് ഫംഗിസൈഡ് നമ്മൾ അടിച്ചു കൊടുക്കുക. കാരണം അതിമ വന്നിട്ട് വേറെ ഒരു പ്രാണിയുണ്ട്, ഒരു വെള്ളി സ്വർണ്ണത്തിൻ്റെ കളറുള്ള ഒരു ചെറിയ ഈച്ച ഉണ്ടാവും, തൊരിക്കും ഇങ്ങനെ സ്വർണ്ണ കളറ്. വേറെ ഉണ്ട് 2 മാംഗോ ഹോപ്പർ, അതൊക്കെ ഉണ്ട്. അത് വന്നിട്ട് അതിന് നീര് ഊറ്റിയിട്ട് ആ മാങ്ങ കൊഴിഞ്ഞു പോകും. അപ്പോൾ അവരെ കൊല്ലല് നമുക്ക് നടക്കൂല. അപ്പോൾ അവരെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറുതായിട്ട് ഫംഗിസൈഡ് അടിച്ചു കൊടുത്താൽ സ്മെല്ലുണ്ടെങ്കിൽ അവർ അവിടെ വരില്ല. അപ്പോൾ അവർ ഒഴിഞ്ഞു പോയിക്കോളും, അതേ നമുക്ക് വഴിയുള്ളൂ. കാരണം ഫ്ലവർ ഇട്ട സമയത്ത് നമ്മൾ ഒരു മരുന്നും അടിക്കാൻ പാടില്ല. അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോളിനേഷൻ നടക്കില്ല. പ്രാണികൾ, ആ സ്മെല്ല് അവിടെ ഉണ്ടാകുമ്പോൾ പ്രാണികൾ വരില്ല, ഈച്ച വരില്ല, തേനീച്ച വരില്ല, ഒന്നും വരില്ല. അപ്പം പൂവ് വീണ്ടും കരിഞ്ഞു പോകും. പോളിനേഷൻ നടക്കാഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ ആ സമയത്ത് ഫ്ലവർ ഇട്ട സമയത്ത് നമ്മളൊന്നും ചെയ്യരുത്. അത് വെയിറ്റ് ചെയ്ത് ചെറിയ മണിമാതിരി ആയി കായ പിടിച്ചെങ്കിൽ അപ്പോൾ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ 2 വെറൈറ്റി മാങ്ങ നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ ഏകദേശം ഫുള്ളും നമ്മൾ പൂത്തിട്ടിട്ടുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. എൻ്റെ മിയാസാക്കി ഇത് കഴിഞ്ഞെല്ലാം കാഴ്ച പറഞ്ഞല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു മാങ്ങ? അടിപൊളിയായിരുന്നു. ചെറിയൊരു തയ്യാണ് അന്ന് കൊണ്ടുപോയത്, 1 വർഷം കൊണ്ട് തന്നെ അത് കായ്ച്ചു. മിയാസാക്കി കായ്ക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മാങ്ങ തിന്നപ്പോൾ അതിൻ്റെ അടിപൊളിയല്ല, സൂപ്പറാണ്. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ വീട് ഇങ്ങനെ ആക്കാൻ തോന്നി, കാരണം ഫുള്ള് ഫ്രൂട്ട് മരങ്ങളും ചെടികളും പക്ഷികളും ഇവിടെ കണ്ട ഫുള്ള് പക്ഷികളൊക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. റോക്ക് ഗാർഡനിലെത്തി ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ ബറാബനെ കുറിച്ചും ചോദിച്ചു നോക്കിയപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയി പറിച്ചോളി, അവിടെ നിറച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി ശരിക്കും ഞെട്ടിപ്പോയി, കാരണം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ കണ്ണ് തള്ളണത്ര. ഇതിനാണെങ്കിൽ ഭയങ്കര ഒരു വായലിട്ടാലും ഉള്ളെങ്കിലും നല്ല ഭയങ്കര ടേസ്റ്റാണ്.
അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റൂല, അത്രയും ടേസ്റ്റാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇങ്ങനെയാണ് അതിൻ്റെ കായ വന്നിട്ടുള്ളത്. ചെറിയ കായാണ്, ബെറി ഐറ്റംസിൽ പോയി പെടും തോന്നുന്നു. എന്തായാലും ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കാറിനുള്ളിലേക്ക് സാധനമൊക്കെ കയറ്റിയിട്ടുണ്ട്. കൊമ്പ് ഇത്തിരി വളച്ചിട്ട് അതിനെ വേദനിപ്പിക്കാതെയാണ് വെച്ചിട്ടുള്ളത്. ആരും മാവ് ഒടിയും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇതാവണ്ട. അത് കൊമ്പ് വളച്ചിട്ട് ചെറുതായിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ചക്കരക്കുട്ടി തറിയണം മുട്ടിക്കുടിയും മാവുമാണ്. പിന്നെ ഒരു ഇതും റെഡ് ലേഡി പപ്പായമാരും അതൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഇന്ന് വാങ്ങിയിട്ടുള്ളത്. ഞാൻ ലാംഡോബ് പർപ്പിളാണ് ഉള്ളത്, പക്ഷെ ഞാൻ ബ്ലാക്ക് ആണെന്നാണ് തെറ്റിൽ വെച്ചിട്ടുള്ളത്. ഗോൾഡും ഗ്രീനും നമ്മളെ വീട്ടിലുണ്ട്, ഇനി പർപ്പിളും കൂടെ ഉണ്ട്, അത് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ പോവുകയാണ്. നമുക്ക് എന്തായാലും റസാക്കാക്കാനോടൊന്ന് ഇത് പറഞ്ഞിട്ട് വരാം. പോവാട്ടോ. ഇതാണ് നമ്മളെ യാത്ര. ഈ ഫണ്ട് നമ്മൾ എൻജോയ് ചെയ്യാണ്. ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലെത്തി. നമ്മൾ റോസ് ഗാർഡനിൽ നേരെ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ പപ്പാക്ക് ഗിഫ്റ്റ് കൊടുത്തത്, അതായത് എൻ്റെ മൂത്ത മാമൻക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്ത ഒരു ഇതാണ്, ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുത്തൊരു പാരക്കയാണ് ഇത്. തായ് പിങ്ക് പാരക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ലെയർ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഒരു കുഞ്ഞു കായ ഇതാ വരുന്നുണ്ട്. ഇനി അത് വലുതായിക്കോളെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ചെയ്ത് കാണിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു കുളിർമയാണ്. എനിക്ക് എന്തായാലും വളരെ സന്തോഷമായി. പപ്പായുടെ കുടിക്കൽ അടുത്ത് തുടങ്ങി. അപ്പം അതിലേക്കുള്ളൊരു ഗിഫ്റ്റാണ് എൻ്റെ ഈ കുഞ്ഞു പേരക്കമരം. എന്തായാലും കാലാകാലം ഓരോ വർഷം കൂടുമ്പോഴും ഇങ്ങനെ നമുക്ക് നിറയെ പേരക്ക തരും. അപ്പോൾ പപ്പ എന്നെ ഓർക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരോടും ഞാനൊരു കാര്യം ഓർമ്മിക്കുകയാണ്, കണ്ടു പോകണൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ.